സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 43-ലെ പ്രോബ്ലംസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ് 4 മീറ്റർ ലോങ്, 2 മീറ്റർ വൈഡ് ആൻഡ് 1 മീറ്റർ ഹൈ. ഒരു ലോറിയിൽ 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ ഉയരത്തിലും മണൽ നിറച്ചിട്ടുണ്ട്. The price of 1 cubic meter of sand is 1000 rupees. ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദീസ് ട്രക്ക് ലോഡ്? ഈ മണലിൻ്റെ വില എത്രയാണ്? ഇവിടെ ലോറിയിൽ മണൽ നിറച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ, അതായത് ഒരു ദീർഘചതുരാകൃതിയിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നീളവും വീതിയും ഉയരമൊക്കെ തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം, അതിനുശേഷം ബാക്കിയുള്ളത് കൂടി ചെയ്യാം കേട്ടോ. വോളിയം ഓഫ് ദ സാൻഡ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതായത് നമുക്ക് മണലിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കണം. ഇക്വേഷൻ വരുന്നത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നീളം എന്ന് പറയുന്നത് 4 മീറ്ററാണ് തന്നിട്ടുണ്ട്. അതേപോലെ വീതി വൈഡ് തന്നിരിക്കുന്നത് 2 മീറ്ററാണ് അല്ലേ. അതുപോലെ ഹൈറ്റ് തന്നിരിക്കുന്നത് ഉയരം തന്നിരിക്കുന്നത് 1 മീറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ അളവുകളൊക്കെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നീളം എന്ന് പറയുന്നത് 4, വീതി എന്ന് പറയുന്നത് 2 ഉയരം എന്ന് പറയുന്നത് 1 അല്ലേ. അതായത് 4 × 2 8 ക്യൂബിക് മീറ്റർ ആണ് വോളിയം എന്ന് പറയുന്നത്, വ്യാപ്തം, അതായത് ഘന മീറ്റർ. അപ്പോൾ നമ്മളിവിടെ വോളിയം കണ്ടുപിടിച്ചു. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ അടുത്ത് തന്നിരിക്കുന്നത് ദ പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് സാൻഡ്, അതായത് ഒരു ഘനമീറ്റർ മണലിൻ്റെ വില 1000 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് എത്ര ഘനമീറ്ററാണ്? 8 ക്യൂബിക് മീറ്റർ ആണ് അല്ലേ. 8 ക്യൂബിക് മീറ്റർ മണലാണ് അതിൽ നിറച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ അടുത്ത് കൊടുക്കാം ദ പ്രൈസ് ഓഫ് 8 ക്യൂബിക് മീറ്റർ ഓഫ് സാൻഡ്, അതായത് 8 ക്യൂബിക് മീറ്റർ മണലിൻ്റെ വില. ഒരു ഘനമീറ്ററിന് 1000 ആണെന്നുണ്ടെങ്കിൽ 8 ഘനമീറ്ററിന് 8 × 1000 അല്ലേ. അപ്പോൾ 8000 രൂപയാണ് മണലിൻ്റെ വില എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഇൻ ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ഓഫ് എ പ്ലാറ്റ്ഫോം 6 മീറ്റേഴ്സ് ലോങ്, 1 മീറ്റർ വൈഡ് ആൻഡ് 50 സെൻറ്റിമീറ്റേഴ്സ് ഹൈ. 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു തറയുടെ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്റർ ആണ്? ഇവിടെ ഒരളവ് മാത്രമേ സെൻറ്റിമീറ്ററിൽ തന്നിട്ടുള്ളൂ, 2 അളവുകൾ തന്നിട്ടുള്ളത് മീറ്ററിലാണ് അല്ലേ. അപ്പോൾ മീറ്ററിൽ തന്നിരിക്കുന്ന അളവുകളെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയിട്ട് വേണം നമുക്കിതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ, വ്യാപ്തം കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തിനാ ഈ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുന്നതെന്ന്? ഇവിടെ തറയുടെ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഘന സെൻറ്റിമീറ്ററിലാണ് നമുക്ക് വ്യാപ്തം കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് തന്നിരിക്കുന്ന മീറ്ററിലുള്ള അളവുകളെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്കാക്കി മാറ്റുന്നത്. ഇവിടെ ലെങ്ത്ത് നീളം തന്നിരിക്കുന്നത് 6 മീറ്ററിലാണ്. അപ്പോൾ നമുക്ക് ആ മീറ്ററിനെ എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിലേക്കാക്കി മാറ്റണം. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്കാക്കി മാറ്റാൻ വേണ്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം കേട്ടോ, ഗുണിക്കണം. അതായത് 6 × 100 600 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് വീതി 1 മീറ്റർ. അപ്പോൾ 1നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് ഗുണിക്കുമ്പോൾ 100 സെൻറ്റിമീറ്റർ കിട്ടും. ഹൈറ്റ് ഉയരം തന്നിരിക്കുന്നത് 50 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമുക്കിനി വോളിയം കണ്ടുപിടിക്കാമല്ലോ. വോളിയം അതായത് വ്യാപ്തം = 600 × 100 × 50. ഇവിടെ നോക്കി എത്ര സീറോസ് ഉണ്ടെന്ന്? 1 2 3 4 5 5 സീറോ ഉണ്ടല്ലേ. 5 സീറോ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 6 × 5 6 × 5 എത്രയാ? 30. ആ 30 എടുത്ത് എഴുതാം കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് 30 ലക്ഷം ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ. Another question, what is the volume of a piece of wood which is 5 meters long, 1 meter wide and 25 centimeters high? 5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 25 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു മരക്കഷ്ണത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? The price of 1 cubic meter of wood is 60,000 rupees. What is the price of this piece of wood? ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഘനമീറ്റർ മരത്തിന് 60,000 രൂപയാണ് വില. ഈ മരക്കട്ട വാങ്ങാൻ എത്ര രൂപ വേണം? അപ്പോൾ നമുക്കതാണ് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു അളവ് മാത്രം സെൻറ്റിമീറ്ററിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ അളവിനെ മീറ്ററിലേക്കാക്കി മാറ്റണം. കാരണം നമുക്ക് വ്യാപ്തം കാണേണ്ടത് ഘനമീറ്ററിലായതുകൊണ്ട് എല്ലാ അളവുകളും മീറ്ററിലായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കിയതിന് ശേഷം വേണം നമ്മൾ വ്യാപ്തം കണ്ടുപിടിക്കാൻ. ഇവിടെ ലെങ്ത്ത് തന്നിട്ടുള്ളത് നീളം 5 മീറ്റർ, വിഡ്ത്ത് വീതി 1 മീറ്റർ,
ഹൈറ്റ് ഉയരം ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 25 സെൻറ്റിമീറ്ററാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കി മാറ്റണം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതായത് ഹരിക്കണം. അപ്പോൾ നമുക്ക് 25/100 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വ്യാപ്തം ഈക്വൽ ടു 5 × 1 ഒന്നാണല്ലോ വീതി 1 ഇൻറ്റു ഉയരം എന്ന് പറയുന്നത് 25/100. അത് നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. അതിനുശേഷം ഈ മുകളിലുള്ള എല്ലാ സംഖ്യയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്, ഗുണിക്കുകയാണ് കേട്ടോ. 1 × 5 5 ആണല്ലോ. 5 × 25 നമുക്ക് ചെയ്യാം. 5 × 5 25, 5 ഇവിടെ എഴുതി, 2 റിമൈൻഡർ ശിഷ്ടം എഴുതി. 5 × 2 10, 10 + 2 12. അപ്പോൾ നമുക്ക് 125 കിട്ടും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഗുണിച്ചപ്പോൾ നമുക്ക് 125 കിട്ടി. ഈ 100നെ അങ്ങനെ തന്നെ താഴേക്കെടുത്ത് എഴുതി. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 0 ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 1.25 ക്യൂബിക് മീറ്റർ. അതെല്ലാം കിട്ടിയല്ലോ. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ അടുത്ത് തന്നിട്ടുള്ളത് ദ പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് വുഡ്, അതായത് 1 ഘനമീറ്റർ മരത്തിൻ്റെ വില എന്ന് പറയുന്നത് 60,000 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എത്ര ഘനമീറ്റർ കിട്ടിയിട്ടുണ്ട്? 1.25 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അത്രയും കഷ്ണം മരത്തിൻ്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ദ കോസ്റ്റ് ഓഫ് ദിസ് പീസ് ഓഫ് വുഡ്, അതായത് ഈ മരക്കട്ട വാങ്ങാൻ ആവശ്യമായിട്ടുള്ള രൂപ, അതായത് 1.25 × 60,000 ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ സീറോസിൻ്റെ അവിടെ നിർത്തിയതിന് ശേഷം ഈ 125നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ പോയിന്റ് സ്ഥാനമൊക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ. പോയിന്റ് സ്ഥാനമൊന്നും ഇല്ലാണ്ട് വെറുതെ നമ്മൾ 125 എടുക്കുക. ഇതിൽ ഈ ഒരു 6 എടുത്തിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഗുണിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത് 6 × 5 30, ഇവിടെ 0 വന്നു, 3 റിമൈൻഡർ ശിഷ്ടം വന്നു, 6 × 2 12 +3 15, 5 എഴുതി, ബാക്കി 1 വന്നിട്ടുണ്ട്. 1 × 6 6 ആണ്, 6 + 1 7. അപ്പോൾ നമുക്കിവിടെ 750 കിട്ടി. അപ്പോൾ നമ്മളിവിടെ 750 എടുത്ത് എഴുതി. ഇവിടെയുള്ള 4 0 അതേപോലെ തന്നെ ഇവിടെ എടുത്ത് എഴുതി. അതിനുശേഷം നമുക്കിവിടെ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഈ ഒരു 0യും ഈ 0യും കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 75,000 രൂപയാണ് ആൻസറായിട്ട് കിട്ടുന്നത്. മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഞാൻ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ SBD എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ചില കുട്ടികൾക്ക് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ ഗുണിക്കുകയാണോ അതോ ഹരിക്കുകയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് വരും. അങ്ങനെ ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്മോളിനെ ബിഗ് ആക്കി മാറ്റാൻ, അതായത് സ്മോൾ വാല്യൂസിനെ ബിഗ് വാല്യൂസ് ആക്കി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ SBD ഇവിടെ നമ്മൾ സെൻറ്റിമീറ്റർ ആണല്ലേ. സെൻറ്റിമീറ്റർ ചെറിയ അളവാണ്. സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് ആക്കിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഡിവിഷനാണ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. സ്മോളിനെ ബിഗ് ആക്കി മാറ്റാൻ ഡിവിഷൻ ചെയ്യാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെച്ചോട്ടോ. SBD. ഓക്കെ അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നാമെന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.